നമസ്തേ. ഇന്ന് നമ്മൾ പ്രവേശിക ബുക്കിലെ നവീൻ ഗദ്യചയനികയുള്ള മൂന്നാമത്തെ പാഠം പ്രേംചന്ദിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അത് എഴുതിയിരിക്കുന്നത് ഡോക്ടർ നഗേന്ദ്രാണ്. അതിൽ ആദ്യത്തേത് 5 वाक्यों में उत्तर लिखिए. പ്രേംചന്ദ് की രചനാവും की विषय वस्तु कौन सी है? 5 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ്. പ്രേംചന്ദിൻ്റെ രചനകളുടെ വിഷയങ്ങൾ ഏതെല്ലാമാണ്? പ്രേംചന്ദ് में കിസാനോं और മസ്ദൂരോं के प्रति അഗാധ സഹാനുഭൂതി है. പ്രേംചന്ദിൽ കൃഷിക്കാരെയും തൊഴിലാളികളോടും വളരെ വലിയ ഒരു സഹാനുഭൂതിയാണുള്ളത്. परंतु जमींदारों और पूंजीपतियों के दोषों पर तीखा प्रकाश डालते हुए भी वे उनके गुणों को सर्वथा नहीं भुला बैठा. ജമീന്ദാന്മാരുടെയും മൂലധന സമ്പ്രദായത്തിൻ്റെ അതിൻ്റെ ആൾക്കാരുടെയും, അതായത് വലിയ വലിയ പണക്കാരുടെയും എല്ലാം ദോഷങ്ങളിൽ തീക്ഷ്ണത പ്രകാശിപ്പിച്ചുകൊണ്ട് വളരെയധികം ഗുണങ്ങളെ എന്നും അദ്ദേഹം മറക്കുമായില്ല. കിസാനോं और मजदूरों में अपने सामाजिक और राजनीतिक सत्वों के प्रति चेतना जगाने का प्रयत्न उन्होंने अपने सभी उपन्यासों में किया है. അദ്ദേഹത്തിൻ്റെ ധാരാളം നോവലുകളിൽ കാണാൻ കഴിയുന്നത് കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും തൻ്റെ സാമൂഹികവും ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ചേതന ഉണർത്തുന്നതിന് വേണ്ടിയാണ് ബുദ്ധിമുട്ടിയിരുന്നത്. വർഗ സംഘർഷ് നാം കി വസ്തു കോ ഏക് മോഹക് രൂപ് ദേക്കർ ഉന്ഹോനെ കहीं भी സ്വതന്ത്രത മഹത് നഹീ ദിയ. വർഗസംഘർഷം എന്നുള്ള ആ ഒരു പേരിൽ വസ്തുവിനെ ഒരു മനസ്സിനെ മോഹിപ്പിക്കുന്ന ഒരു രൂപം കൊടുത്തുകൊണ്ട് എവിടെയും സ്വാതന്ത്ര്യത്തിന് മഹത്വം അദ്ദേഹം കൊടുത്തിരുന്നില്ല. രണ്ടാമത്തെ ചോദ്യം, പ്രേംചന്ദ് കെ സാഹിത്യക് ജീവൻ കെ ബാരെ മേ ലിഖിയെ. പ്രേംചന്ദിൻ്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ച് എഴുതുക. പ്രേംചന്ദ് കെ സാഹിത്യ കാ ക്ഷേത്ര അത്യന്ത വിസ്തൃത ഹെ. പ്രേംചന്ദിൻ്റെ സാഹിത്യത്തിൻ്റെ മേഖല വളരെയധികം വിസ്താരമേറിയതാണ്. സാമാജിക്, രാജനീതിക്, ആർത്തിക് और सांप्रदायिक जीवन के सभी पहलुओं और समस्याओं का चित्रण प्रेमचंद में मिलता है. അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രണങ്ങളിലും കാണാൻ കഴിയുന്നത് ഇതാണ്. സാമൂഹികവും ഭരണപരവും സാമ്പത്തികവും സാമ്പ്രദായികമായ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലെ പ്രശ്നങ്ങളെയും കുറിച്ച് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നു. ജീവൻ കെ സബി രൂപം കെ പ്രതി ഉന്മേം രാഗ്ത. ജീവിതത്തിലെ എല്ലാ രീതികളെക്കുറിച്ചും അദ്ദേഹത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നു. മാനവ് കെ സബി രൂപം കെ പ്രതി മമത്വത. മനുഷ്യൻ്റെ എല്ലാ രൂപങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെയധികം മമത്വം പ്രകാശിപ്പിച്ചിരുന്നു. വിവിധ വർഗ, ജാതി, സ്വഭാവ, സംസ്കാർ, സാമാജിക് സ്ഥിതി, വ്യവസ്ഥ ആദി കെ ജിത്നെ അധിക് പാത്ര പ്രേംചന്ദ് മേ മിൽത്താ ഹെ ഉത്തനെ ഔരോ മേ നഹി. പല വർഗങ്ങളും ജാതികളും സ്വഭാവമുള്ളവരും സാംസ്കാരികമുള്ളവരും സാമൂഹികമായ പരിസ്ഥിതി ഉള്ളവരും ഓരോ വ്യവസ്ഥയുള്ളവരും തന്നെ വളരെയധികം കഥാപാത്രങ്ങൾ പ്രേംചന്ദുമായി കാണുകയും അവരെ ഉത്തിനെ ഔരോമേ നഹി. മറ്റുള്ളവരുമായി എത്രത്തോളം അടുപ്പം ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. സമാജിക്കെ പ്രതി പ്രേംചന്ദ് കി സഹാനുഭൂതി കാ വർണ്ണൻ കീജിയെ. സമൂഹത്തെക്കുറിച്ച് പ്രേംചന്ദിൻ്റെ ദയാഭാവത്തെക്കുറിച്ച് വർണ്ണിക്കുക. ഉൻകെ വ്യക്തിത്വ കാ മാനവ പക്ഷ അത്യന്ത വികസിത. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ മനുഷ്യൻ്റെ പക്ഷത എന്ന് പറയുന്നത് വളരെയധികം വികസിതമായിരുന്നു. ഭാരത് കി ദീൻ ദുഃഖി ജനത, गाँव के अपट भोले भाले किसान और शहर के शोषित मजदूर निम्न वर्ग के वे असंख्य श्रमशांति वर्ग और वर्ण व्यवस्था के शिकार नर नारी तो उनके विशेष स्नेह भाजन थे. അദ്ദേഹത്തിൻ്റെ ആ വിശേഷത നമ്മൾക്ക് പറയാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. വളരെയധികം വിഷമിക്കുന്ന ജനങ്ങൾ, ഗ്രാമത്തിലുള്ള വിദ്യാഭ്യാസം ഇല്ലാത്തവരും നിഷ്കളങ്കരായ കൃഷിക്കാർ, പട്ടണത്തിൽ വളരെയധികം വിഷമിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ, താഴ്ന്ന വർഗത്തിൽപ്പെട്ടിരിക്കുന്ന വളരെയധികം പരിശ്രമിക്കുന്ന ആൾക്കാർ, കൂടാതെ വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥയുടെ ആ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരെയെല്ലാം ആ വിശേഷ സ്നേഹഭാജനമായിരുന്നു അദ്ദേഹം. അന്യവർഗവും കെ പ്രാണി ബി ഉച്ചവർഗ കെ രാജ उद्योगपति, जमींदार और हुक्काम, नौकरी पेशा लोग, समाज के पुराण फंदी पंडित, पुरोहित भी उनके സഹാനുഭൂതി से वंचित नहीं थे. അദ്ദേഹം എല്ലാവരെക്കുറിച്ചും പറയുമായിരുന്നു. മറ്റുള്ള വർഗത്തിലെ ഓരോ പ്രാണികളെയും, ഉയർന്ന വർഗത്തിലെ രാജാവായാലും ഉദ്യോഗം ചെയ്യുന്നവരായാലും ജമീന്ദാന്മാരായാലും ജോലി ചെയ്യുന്ന ജനങ്ങളായാലും സമൂഹത്തിലെ ആ പഴയ രീതിയിലുള്ള പണ്ഡിതന്മാർ, പുരോഹിതന്മാർ എല്ലാവരെയും ഒരാളെയും അദ്ദേഹം വിട്ടിരുന്നില്ല. ഉൻകെ മന്മേ മാനവക്കെ പ്രതി സഹജ ആത്മീയ ഭാവത. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മനുഷ്യനെക്കുറിച്ചൊരു സഹജമായ ആത്മീയ ഭാവമാണ് കാണാനായി കഴിഞ്ഞിരുന്നത്. ടിപ്പണി ലിഖിയെ. പ്രേംചന്ദ് എന്നുള്ള പാഠത്തിലെ ടിപ്പണി എഴുതാനാണ്.
പ്രേംചന്ദ് സാഹിത്യ പർ ആർത്തിക് സമസ്യാവും കാ പ്രഭുത്വ. പ്രേംചന്ദിൻ്റെ സാഹിത്യത്തിൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രഭുത്വം. പ്രേംചന്ദ് സമ്പൂर्ण സാഹിത്യ പർ ആർത്തിക് സമസ്യാവും കാ പ്രഭുത്വ ഹെ. उनके सामाजिक और राजनीतिक जीवन में आर्थिक विषमताओं के ആ സാമ്പത്തികമായ വിഷമതകൾക്ക് ജിത്നെ ബി രൂപ എത്രത്തോളം രൂപമാണോ സംഭവമായിരിക്കുന്നത് प्रेमचंद की दृष्टि उन सभी पर पड़ी और उन्होंने अपने ढंग से उन सभी का समाधान प्रस्तुत किया. അതിനെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ ഒരു ഉത്തരം കണ്ടുപിടിക്കാനായി പരിശ്രമിച്ചു. परंतु उन्होंने अर्थ वैषम्य समाधान भी उपस्थित दी. അദ്ദേഹം എന്നാൽ അർത്ഥവൈഷമ്യക്ക സാമാജിക് ജീവൻ കെ ഗ്രന്ഥി നഹി ബന്നെ ദിയ. എന്നാൽ അദ്ദേഹം ആ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ സാമൂഹിക ജീവിതത്തിൽ ഒരു ഭാഗമാകാൻ ആഗ്രഹിച്ചില്ല. വ ഏക് സമസ്യ ഹേ ജിസ്കാ സമാധാൻ ബി ഉപസ്ഥിത് ഹേ. ഒരു പ്രശ്നം ഇതായിരുന്നു, അതിനുള്ള ഉത്തരം കാണാനായി കഴിയുക. ഉൻകെ പാത്ര ആർത്തിക് വിഷമതാവും സേ പീഡിത് ഹേ. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ സാമ്പത്തികമായ വിഷമതകൾ കൊണ്ട് വിഷമിച്ചിരുന്നു. പരന്തു വേ ബഹിർമുഖി സംഘർഷ ദ്വാര ഉൻ പർ വിജയ് പ്രാപ്ത് കർണേക്ക പ്രയത്ന കർത്തേ ഹേ. എന്നാൽ വളരെയധികം ഉൾവലിഞ്ഞിരിക്കുന്ന ആ സംഘർഷങ്ങൾ വഴി അതിൽ നിന്നും വിജയം നേടിയെടുക്കാൻ പ്രയത്നിച്ചു. മാനസിക് ഹുണ്ടാവും കെ ശിക്കാർ ബൻകർ നഹീ രജാത്തെ. മാനസികമായ വിഷമതകൾക്ക് വേട്ടയാടുന്ന ഒരിക്കലും കഴിയില്ല. इसका मुख्य कारण यह है कि उसके सृष्टा का दृष्टिकोण विवेक प्रधान है. അതിൻ്റെ പ്രധാന കാരണം ഇതായിരുന്നു, സൃഷ്ടാവിൻ്റെ ആ കാഴ്ചപ്പാട് വിവേകം, ബുദ്ധി നിറഞ്ഞതായിരുന്നു. വേ അനുതാപ് ജ്ഞാൻ കബി നഹീ ഹോത്തെ. സമസ്യ കാ സമാധാൻ समझ सुलझाकर मूल कारणों को दूर करने से होगा, उनके द्वारा अभिभूत हो जाने से नहीं. ഇതിൻ്റെ പ്രധാന ഒരു കാരണം ഇതായിരുന്നു, ആ അനുതാപമായിട്ടുള്ള അറിവ് അതൊരിക്കലും ഇല്ലാതാക്കുകയോ അതല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് ഉത്തരം മനസ്സിലാക്കിക്കൊണ്ട് അതിലെന്താണോ ആ പ്രശ്നത്തിലുള്ളത് അതിനെ ശരിയാക്കുകയും അതിൻ്റെ മൂലകാരണത്തെ കണ്ടുപിടിച്ചുകൊണ്ട് ദൂരീകരിക്കുകയും വേണം. അതുവഴി എല്ലാവർക്കും നല്ലതായി തീരും. ജാനേസി ബുദ്ധിമുട്ടുകൾ ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രേംചന്ദ് പാടുക സാരാംശം. हिंदी साहित्य के उपन्यास सम्राट तथा कहानी सम्राट मुंशी प्रेमचंद के व्यक्तित्व कृति के बारे में डॉक्टर नरेंद्र इस लेख में लिखते हैं. ഹിന്ദി സാഹിത്യത്തിലെ നോവലുകളുടെ ചക്രവർത്തിയും കഥകളുടെ ചക്രവർത്തിയുമായ മുൻഷി പ്രേംചന്ദിൻ്റെ വ്യക്തിത്വത്തെയും കൃതിത്വത്തെയും കുറിച്ച് നഗേന്ദ്ര ഈ ലേഖനത്തിൽ എഴുതി. വിശിഷ്ട ഗുണം കാ വർണ്ണൻ. വിശിഷ്ടമായ ഗുണങ്ങളെക്കുറിച്ചാണ് ഇതിൽ വർണ്ണിക്കുന്നത്. വിഷയവസ്തു കിസാനോം और മസ്ദൂരോം കെ പ്രതി പ്രേംചന്ദ് കെ ഹൃദയമേ അഗാധ സഹാനുഭൂതി ഹേ. കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും കുറിച്ച് പ്രേംചന്ദിൻ്റെ ഹൃദയത്തിൽ വളരെ വലിയ ദയയായിരുന്നു. ജമീന്ദാരും और പൂഞ്ചിപതിയും കെ ദോഷോം കർ തീഖാ പ്രകാശ് ഡാൽത്തെ ഹുയെ വേ ഉൻകെ. അതിൽ ജമീന്ദാന്മാരുടെയും ആ പഴയ ആൾക്കാരെല്ലാം ദോഷങ്ങളെ വളരെയധികം തീക്ഷ്ണമായി അതിനെ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം ഉൻകെ ഗുണോംകോ അവരുടെ ഗുണങ്ങളെ സർവദാ നഹീം ഭുലാ ബൈഠ. किसानों और मजदूरों में अपने सामाजिक राजनीतिक सत्वों को प्रति चेतना जगाने का प्रयत्न उन्होंने अपने सभी उपन्यासों में किया. കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സാമൂഹികവും ഭരണപരമായിട്ടുള്ള ആ കാര്യത്തെക്കുറിച്ച് ഉണർവ് വരുത്തിക്കൊണ്ട് അതിന് പ്രയത്നിക്കുകയും അതിനു വേണ്ടി അദ്ദേഹം തൻ്റെ നോവലുകളിലെല്ലാം തന്നെ അപ്രകാരം ചിത്രീകരിച്ചു. वर्ग संघर्ष नाम की वस्तु को एक मोहक रूप देकर उन्होंने कहीं भी स्वातंत्र्य का महत्व नहीं दिया. വർഗസംഘർഷം എന്നുള്ള ഒരു പേര് അതൊരു വസ്തുവിനെ മോഹിക്കുന്നതാണ് എന്ന് പറയുകയും അതിന് സ്വാതന്ത്ര്യത്തിനുള്ള മഹത്വം ഒരിക്കലും കൊടുക്കുകയും അദ്ദേഹം ചെയ്തിരുന്നില്ല. സാഹിത്യ കാ ക്ഷേത്ര പ്രേംചന്ദ് കെ സാഹിത്യ കാ ക്ഷേത്ര അത്യന്ത വിസ്തൃത ഹേ. പ്രേംചന്ദിൻ്റെ സാഹിത്യത്തിൻ്റെ മേഖല വളരെയധികം വിസ്താരമേറിയതാണ്. സാമാജിക് രാജനീതിക് ആർथिक और सांप्रदायिक जीवन के सभी पहलुओं और समस्याओं का चित्रण प्रेमचंद में मिलता है. जीवन के सभी രൂപവും കെ പ്രതി ഉന്മേ രാഗ്ദ. അതിൽ അദ്ദേഹം സാമൂഹികവും ഭരണപരവും സാമ്പത്തികവും സാമ്പത്തികവുമായ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എല്ലാ പ്രശ്നങ്ങളെയും അദ്ദേഹം ചിത്രീകരിച്ചുകൊണ്ട് കാണാനായി കഴിയും. ജീവിതത്തിൻ്റെ എല്ലാ രൂപങ്ങളെയും കുറിച്ച് അദ്ദേഹം എഴുതി. മാനവ് കെ സബി രൂപവും കെ പ്രതി മമത്വത. മനുഷ്യൻ്റെ എല്ലാ രൂപങ്ങളെയും കുറിച്ച് വളരെയധികം മമതയോടുകൂടിയാണ് അദ്ദേഹം കണ്ടിരുന്നത്. विविध वर्ग जाति स्वभाव संस्कार सामाजिक स्थिति व्यवस्था आदि के जितने अधिक पात्र प्रेमचंद में मिलता है उतना औरों में नहीं. വിവിധ വർഗത്തിലുള്ളവരും ജാതി സ്വഭാവം സംസ്കാരം സാമൂഹികമായ സ്ഥിതി അർത്ഥവ്യവസ്ഥ ഇതെല്ലാം തന്നെ എത്രത്തോളം കഥാപാത്രങ്ങൾ പ്രേംചന്ദ് എഴുതിയിട്ടുണ്ടോ അത്രത്തോളം മറ്റുള്ള
മറ്റുള്ളവരിൽ കാണാനായി കഴിയുന്നില്ല. സഹാനുഭൂതി. പ്രേംചന്ദ് കാ സബ്സെ പ്രധാൻ ഗുൺ ഹെ ഉൻകെ വ്യാപക് സഹാനുഭൂതി. പ്രേംചന്ദിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിരുന്നു വളരെ വലിയ ദയ. ഉൻകെ വ്യക്തിത്വമേ മാനവ പക്ഷ അത്യന്ത വികസിത. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ മനുഷ്യപക്ഷം വളരെയധികം വികസിച്ചിരുന്നു. ഭാരത് കെ ദീൻ ദുഃഖി ജനത, ഗാവ് കെ അപഡ് ഔർ ബോലെ കിസാൻ ഔർ ഷഹർ മേ ശോഷിത മസ്ദൂരോं निम्न वर्ग के वे असंख्य श्रांत वर्ग और वर्ण व्यवस्था के शिकार नर नारी के उनके विशेषത സ്നേഹഭാജന്റെ. ഇതിൽ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിന് വളരെയധികം പ്രീതിപ്പെട്ടിരുന്ന വ്യക്തികൾ ഇവരെല്ലാമായിരുന്നു. വിഷമിക്കുന്നവർ ജനങ്ങളും ഗ്രാമത്തിലെ വിദ്യാഭ്യാസമില്ലാത്തവരും നിഷ്കളങ്കരായിട്ടുള്ള കൃഷിക്കാരും പട്ടണത്തിൽ തൊഴിലാളികളെ ശോഷണം ചെയ്തുകൊണ്ട് ആ നിമ്നവർഗത്തിലെ അസംഖ്യം എണ്ണമറ്റ പ്രവർത്തിക്കുന്ന വർഗങ്ങളും വർണ്ണവ്യവസ്ഥ ജാതി വ്യവസ്ഥയുടെ പേരിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ സ്ത്രീ പുരുഷന്മാർക്കെല്ലാമാണ് അദ്ദേഹം തൻ്റെ എല്ലാ ലേഖനങ്ങളിലും പ്രാധാന്യം കൽപ്പിച്ചിരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.